ഞാൻ ഇന്നൊരു വാർത്ത കണ്ട്. നമ്മുടെ മന്ത്രി ഒ ജെ ജനീഷിന് വിഴുന്നൊഴുക്കിയതിന്റെ പേരിൽ CPI ബ്രാഞ്ചില് തൃശ്ശൂരില് മുതിർന്നൊരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന്. അപ്പം ഒരാൾക്ക് ഒരു വിരുന്നൊരുക്കാനുള്ള അധികാരം പോലും അവർക്കില്ലേ പാർട്ടിയിൽ? ഞാൻ കരുതുന്നത് അതല്ല. ഇത്രത്തോളം അധപ്പതിച്ച് നമ്മുടെ CPI, അതായത് തൊഴിലാളി വർഗത്തിന്റെ കൂടെയാണ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കൊപ്പമാണ്, ഒരുപാട് ആദർശതയുള്ള ആ ഒരു പാർട്ടി, ഒരുപാട് ആർജവമുണ്ടായിരുന്ന ഒരു പാർട്ടി ഇന്നൊരു ഈർക്കിൾ പാർട്ടിയെ പോലെ ശോഷിച്ച ഈ ഒരവസ്ഥയിൽ ഇത്രയ്ക്ക് അധപ്പതിച്ചോ എന്നുള്ള നിലയിലാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പ് വേളകളിൽ ഷാഫി പറമ്പിൽ ഓരോ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് വന്നപ്പോൾ ഒളിഞ്ഞു തെളിഞ്ഞ് തലയിൽ മുണ്ടിട്ട് വരെ CPI അല്ലെങ്കിൽ ഇടത് പ്രവർത്തകർ ഈ ഷാഫി ഒരു നോക്ക് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അത്രയ്ക്കും ജനസമ്മതിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഒരു ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന്റെ ഒരു പാത പിൻപറ്റി വരുന്ന ഒരു യുവ നേതാവാണ്, അല്ലെങ്കിൽ യുവ മന്ത്രിയാണ് ഈ ഒ ജെ ജനീഷ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു നാട്ടുകാരൻ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കവേ അദ്ദേഹത്തിന് വിരുന്നൊരുക്കി എന്ന ഒരു കാരണത്താലാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ അഷ്ടമിച്ചിറ ബ്രാഞ്ചിലെ ഈ അബ്ദുറഹ്മാൻ എന്ന ഒരു പ്രായമുള്ള ഒരു പ്രവർത്തകനെ CPI പാർട്ടി പുറത്താക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് അസഹിഷ്ണുത എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഏതെങ്കിലും ഒരു പാർട്ടി യോഗം അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ മന്ത്രിമാരടക്കം ഒരു വേദി പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട പോട്ടെ, ഇപ്പോൾ അവസാനം നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പിണറായി വിജയനെ നേരിട്ട് പോയി സന്ദർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇതുപോലെ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ എല്ലാവരും നേതാക്കളെ എല്ലാം പോയി സന്ദർശിക്കുകയുണ്ടായി. അത് അവരുടേതായിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള ഒരു അടിസ്ഥാനമാണ്. ഇതിൻ്റെ എല്ലാം പേരിൽ ഇവരെ രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രവർത്തകനെ പോയി കണ്ടു എന്ന പേരിൽ ഇവരെ പുറത്താക്കണമെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളെ ആളുകളെ ഉണ്ടാവില്ലല്ലോ. ഇത്രയ്ക്ക് ഒരു ഇവർക്ക് അപ്പോഴും ഒരു ശത്രുക്കൾ എന്നൊരു മനോഭാവത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ശത്രുവിനോട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ശത്രുവിനോട് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ പ്രവർത്തകരെ താക്കീത് ചെയ്യുന്നതും പുറത്താക്കുന്നതും അല്ലെങ്കിൽ വേദി പങ്കിടുമ്പോൾ വിമർശനം ഉണ്ടാകുന്നതും. അതെല്ലാം രാഷ്ട്രീയ പാപ്പരത്വമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ദാരിദ്ര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ പാർട്ടി ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചില്ലേ, അതുകൊണ്ട് അവരെ തോൽപ്പിച്ചതിന്റെ കൊണ്ടായിരിക്കും ഓരോ മന്ത്രിമാരോട് ഇവർക്ക് ഇത്ര വിരോധം. അത് ആ സ്ഥാനാർത്ഥിയല്ല തോൽപ്പിച്ചത്, അത് ജനങ്ങളാണ്. ആ ജനങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറിയാൽ ജനങ്ങൾ ഒന്നുകൂടി അവരെ ആ ഒരു വീട്ടിലിരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇനിയെങ്കിലും CPI മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇടത് സഹയാത്രികരായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾ മനസ്സിലാക്കണം, ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ രാജ്യമെമ്പാടുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അല്ലാതെ അവരുടെ കഴുത്തിന് പിടിക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ CPM, LDF, UDF എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിൽ തല്ലാറുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു CPM-ലുള്ളവർക്ക് അവരോട് മാത്രമേ കൂട്ടുകൂടാൻ പാടുള്ളൂ. ഒരുമാതിരി അടിമകളെ പോലെയാണ് തോന്നുന്നു ഇപ്പോൾ അവരുടെ അവസ്ഥ. ശരിക്കും CPM-ന്റെ തോളിൽ ചാരി അല്ലെങ്കിൽ അവരുടെ കൈ പിടിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് CPIക്ക്. ആ എത്ര വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ എത്ര വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു പാർട്ടിയായിരുന്നു അറിയോ ഈ CPI. അവരുടെ കുഴി തോണ്ടിയത് അവർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്വയം മത്സരിച്ചാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കരകയറാൻ പറ്റാത്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് CPI മാത്രമാണ്. അങ്ങനെ ഒരു ദുരിതാവസ്ഥയിൽ ഇരിക്കുമ്പോഴും ഈ ഒരു അസഹിഷ്ണുത അല്ലെങ്കിൽ ഈ ഒരു അഹങ്കാരം തലയ്ക്ക് പിടിച്ച നേതാക്കൾ ഉള്ളിടത്തോളം കാലം CPIക്ക് ഈ ഒരു പതനത്തിൽ നിന്ന് കരകയറാൻ കഴിയില്ല. നമ്മുടെ കേരളത്തിലെ ഒരു ആദ്യത്തെ മര്യാദയാണ് ഒരാൾക്ക് വരുമ്പോൾ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ കഴിച്ച ആൾക്കും അപ്പം കൊടുത്ത ആൾക്കും ഇപ്പം ഒരുപോലെ ഒരു ഇതുമായി തോന്നത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ CPIയിലുള്ള ഓരോ പടലപ്പിണക്കങ്ങൾ ഇത് നാട്ടിൽ പാട്ടാണ്. ഇപ്പോൾ CPIയിലുള്ള പ്രവർത്തകർ അവിടുന്ന് കൂട്ടത്തോടെ രാജിവെച്ച് CPM-ലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ഈവൻ BJP-യിലേക്കും പോകുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ഈ ഒരു തലപ്പത്തിരിക്കുന്നവരുടെ ഒരു
അരാജകത്വം പിടിച്ച നടപടിയാണ്. ആ ഒരു നടപടികൾ പ്രതിഷേധിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു പടലപ്പിണക്കങ്ങൾ കൊണ്ടാണ്. ഇതെല്ലാം ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു സഹകരണം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രവർത്തകർക്ക് ഇത്ര ബുദ്ധിമുട്ടി അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് ഈ സംഘടനയിൽ തുടരേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ പ്രവർത്തനം അതൊരു സേവനമായിട്ട് കണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോൾ മറ്റൊരു പാർട്ടി നേതാവിനെ സ്വീകരിച്ചു എന്ന് ഒരു വാർത്ത കാണുമ്പോൾ, അല്ലെങ്കിൽ അത് അറിയുമ്പോൾ ഇവരെ പാർട്ടിയിൽ നിന്ന് വിലക്കുന്നത് ഏറ്റവും ഈ ഒരു പാർട്ടിയുടെ അടിത്തറ തകരുന്നതിൻ്റെ ഒരു കാരണത്തിന് വഴിവെക്കും. ഇങ്ങനെ പോയ പാർട്ടിയിലും എല്ലാവരും ഇതിന്റെ പേരിലൊക്കെ ഓരോരുത്തരെ പറഞ്ഞു വിടേണ്ടി വരും, ഇങ്ങനെ ശത്രുക്കൾ. അത് ഓൾറെഡി ആ ബ്രാഞ്ചിൽ തന്നെ, അല്ലെങ്കിൽ ആ ജില്ലയിൽ തന്നെ ഇതുപോലത്തെ ഒരു സംസാരം വന്നു കഴിഞ്ഞു. കാരണം എന്താണ് CPIക്ക് സംഭവിച്ചത് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഒരു വശത്ത് ഇതുപോലെ നേതാക്കൾ ഒരു കൂട്ടത്തോടെ സ്ഥലം വിടുന്നു, പാർട്ടി വിടുന്നു. ഒരിടത്ത് പാർട്ടി സെക്രട്ടറിയുടെ ഓരോ നടപടികളുടെ പേരിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആരോപണവും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നു. മറുവശത്ത് അല്ലെങ്കിൽ മറ്റൊരു വശത്ത് ഈ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് വേണ്ടി ഒറ്റക്കാലിൽ നിന്ന് കടുംപിടുത്തം പിടിക്കുന്നു. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. കാരണം ഈ CPI എന്ന പാർട്ടി ജനങ്ങൾക്കിടയിൽ ഉണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വേണം എന്നുള്ള ഒരു നിലപാടുള്ളവരാണെങ്കിൽ ഇതുപോലുള്ള ഒരു എന്താ പറയുക, കോമാളിത്തരങ്ങളിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. നമുക്കറിയാം BJP എന്ന് പറയുന്നത് ജാതിയും മതവും ഒക്കെ നോക്കി ഒരു പാർട്ടിയാണ്, അവരെ തുറന്നു പറഞ്ഞ് ചെയ്യുന്നതുമാണ്. ഇപ്പൊ അവരെയൊക്കെ താഴ്ന്നു പോയില്ലേ CPM ഈ CPI ഒക്കെ? അതായത് ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതാപ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇടതുപക്ഷക്കാരനാണെന്ന് അഭിമാനിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും പറയേണ്ട അവസ്ഥയായി. അല്ലെങ്കിൽ ഞാനൊരു സഖാവാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് പറയാൻ ഇപ്പോൾ നാണക്കേടാവുന്ന ഒരു അവസ്ഥയാണ്. സാധാരണ CPM ആണ് ഇതുപോലത്തെ ഒരു പ്രസ്താവന ഇറക്കിയത് എങ്കിൽ അവർ മറ്റുള്ള ജനങ്ങൾ ആലോചിക്കും, CPM അല്ലേ, അതങ്ങനെ ചെയ്യൂ, അവർ അതങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ CPI പോലെയുള്ളൊരു തൊഴിലാളി വർഗത്തിനോട് ഒപ്പം വളർന്നു വന്ന പാർട്ടി, അതായത് ആലപ്പുഴയിലെ സാധാരണക്കാർക്കിടയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു പാർട്ടിയാണ്, തൊഴിലാളി വർഗ പാർട്ടിയാണ്. ആ ഒരു പാർട്ടിയാണ് ഒരു വിരുന്നൊരുക്കി, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അത് സംസ്ഥാനത്തെ മന്ത്രിക്ക് വേണ്ടി, അതൊരു യുവാവായ ഒരു മന്ത്രിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി എന്ന ഒരു കാരണത്താൽ ഒരു പ്രായമായ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകനെ പുറത്താക്കുന്നത്. ഇത് രാഷ്ട്രീയകേരളം ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായും ഈ ഒരു CPIയുടെ ഈ ഒരു അരാജകത്വം അല്ലെങ്കിൽ ഈ ഒരു നടപടി വളരെ ബോറായി പോയൊരു നടപടി, അത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടും. അതുമാത്രമല്ല CPIക്ക് താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിലുള്ള ആ ഒരു വില അത് തീരെ താഴെ നിലംപരിശാവുന്ന ഒരു അവസ്ഥയായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇതിനെപ്പറ്റി പ്രതികരിച്ചിരുന്നു. താനൊരു ആൾക്കൊരു ഫുഡ്, തൻ്റെ നാട്ടുകാരന് ഇച്ചിരി ഫുഡ് കൊടുത്തു, അതിൻ്റെ പേരിലാണ്. എനിക്ക് തോന്നുന്നു അബ്ദുറഹ്മാൻ രക്ഷപ്പെട്ടെന്ന്. തൻ്റെ ആയ കാലത്ത് ഇതിന് പാർട്ടിക്ക് വേണ്ടി നടന്നു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി നടന്നിട്ടും ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഉപേക്ഷിച്ചെങ്കിൽ ആ പാർട്ടി പോകുന്നത് തന്നെയല്ലേ? അതെ, അതായത് തൻ്റെ യൗവനവും ബാല്യവും കൗമാരവും അല്ലെങ്കിൽ ആ ഒരു ഭൂരിഭാഗം പ്രായം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഈ പാർട്ടിക്ക് വേണ്ടി രാവും പകലും ചിലവഴിച്ച പ്രവർത്തകർക്ക് ഇതുപോലൊരു ചെറിയൊരു കാരണത്താൽ പുറത്താക്കി എന്ന് പറയുമ്പോൾ ആ മറ്റു പ്രവർത്തകർ നോക്കിക്കാണണം തങ്ങൾക്ക് എന്ത് ലഭിക്കും ഈ പാർട്ടിയിൽ നിന്ന്.